അത് ശരി, പണം ചോദിച്ചു വരുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി കളിത്തോക്കും കൊടുത്ത് ആളെ ഏർപ്പാടാക്കി വെച്ചിരിക്കല്ലേ? കാണണോടോ, ഇത് കളിത്തോക്കാണോ കളിയല്ലാത്ത തോക്കാണോന്ന്? ഈ പൊട്ടന് വിവരില്ലാണ്ട് ഓരോന്ന് പറയണതാ സാർ. പൊട്ടനാരാണെന്ന് പറയണോ? വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹാൻഡ്സപ്പെങ്കിലും പറയാമായിരുന്നു. അതാണ് അതിന്റെ രീതി. മതി മതി മതി. മിസ്റ്റർ ദേവസിംഗ് വരൂ. എന്താ തിരുമേനി? എന്തോ ആരൊക്കെയാടോ ഈ മാന്യന്മാര്? തീവ്രവാദികളാ. എന്നെ കുടുംബത്തെയും ബന്ദിയാക്കി വെച്ചിരിക്കുക. തനിക്കൊരു സൂചന തരാമായിരുന്നില്ലേ? അതിനു മുമ്പ് താങ്കൾ കയറി. എന്താ അവർക്ക് സൂചിപ്പ്? ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുശലങ്ങൾ കൈമാറി. ദേവസി, അടുത്ത ആഴ്ച വരുമ്പോ ബാക്കി കുശലങ്ങൾ കൈമാറാം. അപ്പൊ ഞാൻ പോട്ടെ. എങ്ങോട്ട്? മൈ ഹൗസിലേക്ക്. ഇവിടെ ഒരു ഇൻഹൗസ് പ്രോഗ്രാം നടക്കുക, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ദേവസി മതി, അത് കഴിഞ്ഞിട്ട് പോയാ മതി. എനിക്ക് വിശ്വാസം പോരാ. അല്ല, അപ്പൊ ഈ കണ്ടതൊക്കെ വെറും നാടകമാണെന്ന തന്റെ വിചാരം? അതേടോ, പണം വാങ്ങാൻ വന്നപ്പോ താൻ ഇതിനു മുമ്പ് പല നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ദേവസി, തന്റെ പൊറാട്ട് നാടകം ഈ കുര്യച്ചന്റെ അടുത്ത് വേണ്ട. പൊറാട്ടും ചിക്കൻ കറി എപ്പോ വേണമെങ്കിലും റെഡിയാക്കി തരാം. പോയി ചായ കുടിക്കാം. നമ്മൾ ഒരുപാട് തീവ്രവാദികളെ കണ്ടിരിക്കണ്, പക്ഷെ ഇത് വല്ലാത്തൊരു പാർട്ടിയാ. ഇപ്പൊ തന്നെ കടയിലിരിക്കുന്ന നമ്മളെ വിളിച്ചു വരുത്തിയിട്ടല്ലേ ബന്ധിയാക്കി വെച്ചേ. തന്നോട് ഞാൻ കയറണ്ട എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? അപ്പൊ എല്ലാം കൂടെ താങ്ങാൻ വന്നതല്ലേ? അങ്ങോട്ട് വിസാഖുസ്താൻ ഫോൺ ചെയ്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയറണ്ടെന്ന്? അപ്പൊ എനിക്ക് കാശ് കിട്ടണ്ടേ? അപ്പൊ തനിക്ക് കാശ് കിട്ടണല്ലേ? വേണം. അപ്പൊ താൻ കാശ് ഇട്ട് പോയാ മതി. അത്രേ ഉള്ളൂ. എന്റെ വണ്ടിയിലിരിക്കുന്നുണ്ട് കാശ്, ഇപ്പൊ തരാട്ടാ. അന്നെങ്കിൽ എടുത്തേ. തരാം. ദേവസി, എന്താ? താൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത്? കടം വാങ്ങിച്ച പണം തൽക്കാലം താൻ എനിക്ക് തരണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അത് ഞാൻ തരും. വേണ്ട, അത് പേടിച്ചിട്ട് താൻ പോയാ മതി. എനിക്ക് വേണ്ട. എന്താന്ന്? താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ മാത്രം ഇവിടുന്ന് പുറത്തു വിടാൻ താൻ ആ തീവ്രവാദി മൂപ്പനോട് ഒന്ന് പറയണം. പറയില്ലേ? തന്നെ മാത്രം പുറത്തു മതി. അത് ഞാൻ പറയാട്ടാ. ആ ചായ കുടിക്കേ. മധുരം കുറവുണ്ടെങ്കിൽ പറയേ. കൂടുതലാ മധുരം. ശരിയാ. ഉപ്പിടണ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞു. 4 കോടി. അതിലിനി ഒരു വിലപേശലില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യ, അല്ലെങ്കിൽ അവര് നമ്മുടെ മോളെ. 2000 കോടി ടേൺ ഓവറുള്ള ജെഎസ് ട്രേഡിംഗ് കോർപ്പറേഷന് 4 കോടി അത്ര വലിയ തുകയാണോ? ഇനി അതല്ല, അതിലും ചെറിയ തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ഈ ഫോൺ കളി ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുക. മോളുടെ സുഖമരണത്തിനായിട്ട് പ്രാർത്ഥിക്കുക. വേണ്ട, പണം ഞാൻ തരാം. നിങ്ങൾ ആവശ്യപ്പെട്ട 4 കോടി. ഗുഡ്. ക്യാഷ് എപ്പോ എവിടെ എത്തിക്കണമെന്ന് ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, ബൈ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? 4 കോടിയും വാങ്ങി അവന്മാരങ്ങ് പൊടിയും തട്ടി പോകുന്നതിന് മുമ്പ് അച്ഛൻ ചെന്ന് നമ്മുടെ ഷെയർ അങ്ങ് ചോദിക്കേ. അതെ, ഈ ഹതഭാഗ്യവതി പറഞ്ഞതാണ് എന്റെ ശരി. അതെ, എന്റെ കാര്യം പോട്ടെ. ആ കിഡ്നാപ്പർമാര് സങ്കേതമാക്കി വെച്ചിരിക്കുന്നത് തന്റെ വീടല്ലേ? ഇവിടെ വെച്ചല്ലേ അവന്മാര് കോടീശ്വരന്മാരായത്. അപ്പോ ന്യായമായും കിട്ടുന്ന തുകയിൽ കുറഞ്ഞത് 25% ഷെയറെങ്കിലും തനിക്ക് അവകാശപ്പെട്ടതാണ്. അതൊക്കെ ശരിയാ. പിന്നെന്താ? പക്ഷെ ഞാൻ പോയി അവരോട് കമ്മീഷനൊക്കെ ചോദിക്കാന്ന് പറഞ്ഞ ഇതിനിപ്പോ MLA-യുടെ MP-യുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ അവസ്ഥ അച്ഛൻ അറിയാലോ. ചെറിയൊരു ആശ്വാസമാവും. എന്നാലും അവന്മാർ അത്ര കുഴപ്പക്കാരൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ എനിക്ക് തരാനുള്ള ശമ്പള കുടിശ്ശെങ്കിലും അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ആനക്കാര്യത്തിനിടക്കാണ്. പിന്നെ ചെന്നെ ചോദിക്കപ്പാ, ഒരു 10-200 പവൻ വെച്ച് എന്നെ കെട്ടിച്ചയക്കാനുള്ളതല്ലേ? ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാതെ ചെന്ന് ചോദിക്കച്ചാ. ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കും, കിട്ടും. എന്റെ മനസ്സ് മുദ്രിക്കുന്നുണ്ട്. തനിക്ക് തന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കണ്ടേ? മക്കളെ നല്ല നിലയിൽ എത്തിക്കണ്ടേ? കടക്കാർക്ക് കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുക്കണ്ടേ? എന്റെ കാശ് തിരിച്ചു തരണ്ടേ? ചെല്ലി ചെന്നത് വാങ്ങിച്ച് വിജയശ്രീലാളിനായിട്ട് തിരിച്ചു വാ. Cheers, huh? Cheers. Bye.
എന്റെ ഷെയർ. ഷെയർ ഒന്നും വേണ്ട, ഒരെണ്ണം അടിച്ചിട്ട് പൊക്കോ. ഇതിന്റെ അല്ല, മറ്റേത് കോടിയുടെ. ആരുടെ കൂടി? ആരുടെയും കോടിയല്ല, 4 കോടി ഒക്കെ ഞാൻ അറിഞ്ഞു. അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വന്നു, തോക്ക് ചൂണ്ടി ഞങ്ങളെ ഫാമിലിയോടെ ബന്ദികളാക്കി. സത്യത്തില് 2 ദിവസം ഞങ്ങൾ തീ തിന്ന് കഴിയുകയായിരുന്നു. ഞാനൊരു അപേക്ഷയായിട്ട് വന്നതാ. കാര്യം പറ. കിട്ടുന്നതിന്റെ 30% എനിക്ക് കിട്ടണം. നിർബന്ധമില്ല, 20 ആയാലും മതി. 10, 5, 1. ഒന്നും വേണ്ട. ഞാൻ ഈ വഴിക്ക് വന്നപ്പോ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തിന്നാനല്ല, മോന് വേണ്ടി. വേണ്ടല്ലേ? ആ, പണ്ടാറടങ്ങുള്ളൂ വിശ്വാസികൾ. ഷെയർ കിട്ടിയോ? കിട്ടി. വേണ? അവിടെ സോഡയുണ്ടോ? മണ്ണെണ്ണ മതിയോ? മണ്ണെണ്ണ. ഇയാൾക്കെന്താ വല്ല പ്രാന്തായോ? അതെ, ഞാൻ കുറച്ച് അധികാരം കാണിക്കാൻ പോവാണ്. കാര്യമുണ്ട്, അതിലും കൂടെ ഒഴിക്കാം. കാര്യം പറഞ്ഞുതരാം. ഇതെന്താ 2 ഗ്ലാസ്? അത് പറഞ്ഞുതരാം. ഇതെന്റെ ഗ്ലാസ്, ഇത് മരിച്ചുപോയ എന്റെ മൃത്യുജയം മാമന്റെ ഗ്ലാസ്. ഒഴിക്കേ. മരിക്കുന്നത് വരെ ഞാനും മൃത്യുജയം മാമനും ഒരുമിച്ചിരുന്നേ കഴിക്കൂ. മാമൻ ചത്ത് തലയ്ക്ക് മീതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ല 2 ആയെങ്കിലും ആ പതിവ് ഞാൻ തെറ്റിച്ചിട്ടില്ല. നല്ല സോഡയല്ലേ? മാമന് ലേശം കൂടുതൽ ഒഴിച്ചോ, നല്ല കപ്പാസിറ്റി മാമന്. നിർത്തി. ചിയേഴ്സ്. മാമന ചിയേഴ്സ് പറഞ്ഞത്. മാമൻ ഇങ്ങനെ ചെറ്റത്രയെ കാണിക്കൂ. വെള്ളം പോലും ഒഴിക്കാതെ ഒരൊറ്റ വലിക്കകത്താക്കും. ഞാനങ്ങനെയല്ല, സിപ്പ് ചെയ്തേ കഴിക്കൂ. എങ്ങനെയുണ്ട്? എന്താണെന്നറിയില്ല, നിങ്ങൾ എല്ലാരും കൂടെ കൈവച്ച് പെരുമാറിയതിൽ പിന്നെ ആകെ ഒരു നടുവേദന. പിന്നെ നിങ്ങളെ 4 പേരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയശങ്കർ എന്ന സിംഹത്തിന്റെ മടയിൽ നിന്നല്ലേ ആ സിംഹക്കുഞ്ഞിനെ നിങ്ങൾ പൊക്കിയെടുത്തോണ്ട് വന്നത്? അവന്റെ 4 അല്ല 400 കോടിയാ വാങ്ങാനുള്ളത്. എന്നിട്ട് വിട്ടുകൊടുത്താ മതി ഇവളെ. മനസ്സിലായല്ലോ? അയ്യോ വേണ്ട, ഇത് നിർത്തിയേ. ഒന്നൊഴിച്ചേ. പിന്നെ അടി നിർത്തിയെന്ന് പറഞ്ഞു. അയ്യോ, ഞാനേ അടി നിർത്തിയിട്ടുള്ളൂ. മൃത്യുജയമാമ അടി നിർത്തിയിട്ടേ ഇല്ല. പുള്ളിക്ക് നല്ല കപ്പാസിറ്റിയാ. ഒഴിച്ചോളൂ. നിർത്തിയ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആ ജയശങ്കറിനോട് കാണിച്ചത് വളരെ ശരി. പക്ഷേ ഈ പാവം പയ്യനോട് കാണിച്ചത് വളരെ മോശമായി പോയി. കേട്ടടാ? അയ്യോ, ഇത് ഞാനല്ല അടിച്ചത്, മൃത്യുജയമാമനാണ്. എന്നെ എന്തിനാ അടിച്ചത്? ഇത് നിന്നെ അല്ല, നിന്റെ മൃത്യുഞ്ജയ മാമനെയാണ് അടിച്ചത്. എടാ എലി, ഇവനെ പൊറണോ കാണിക്കണ്ടാ. നീ ഇവിടുന്ന് എപ്പ ഇറങ്ങുന്നത് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോടാ? മൃത്യുഞ്ജയ മാമനും മരുമാനും കൂടെ കുറച്ചാളെ കുടുംബകാര്യം പറഞ്ഞ ഇതിന്റെ അകത്ത് കിടക്ക്. കേട്ടോ? ഈ മൃത്യുജയമാമൻ അവന്മാരെ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് സമയസമയത്തിന് ആഹാരം കൊണ്ട് താടാ, കാണട്ടെ.